Hello guys, in Slovakia we are not saying hello, we are saying ahoy. So നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2-3 മാസങ്ങൾക്ക് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു ബോൾട്ടിന്റെ ഫുഡ് ഡെലിവറി എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ബോൾട്ടിന്റെ തന്നെ ടാക്സി എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ള വീഡിയോ ആണ് ഇത് നമ്മുടെ വീഡിയോ. ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് പോയി കണ്ടിട്ട് വന്നാലോ. ഓക്കെ, ലെറ്റ്സ് ഗോ. അപ്പൊ ഗൈസ്, നമുക്ക് കുറേയേറെ ചോദ്യങ്ങളുണ്ട്. അതായത് ആദ്യത്തെ ചോദ്യം ഞാൻ ചോദിക്കാൻ പോകുന്നത് പറഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് ടാക്സിയുടെ ലൈസൻസ് എടുക്കുക എന്നുള്ളതാണ്. ഇത് നമ്മളെ ഇവിടെ സ്ലോവാക്യയിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ 2 ലൈസൻസ് ആണ്. നമ്മളെ ഒന്ന് നോർമൽ ലൈസൻസ്, അത് കഴിഞ്ഞിട്ട് ടാക്സി ലൈസൻസ്. അപ്പൊ ടാക്സി ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പാസഞ്ചേഴ്സിനെ കൊണ്ടുപോകാനുള്ള പെർമിഷൻ ഉള്ളൂ. അപ്പൊ നമ്മളെ നോർമൽ ലൈസൻസ് മാത്രം പോരാ, ടാക്സി ലൈസൻസും കൂടി എടുക്കണം. അപ്പൊ 2 ലൈസൻസ് ആവും. അതായത് നമ്മൾ പലരും ചിന്തിക്കുന്നുണ്ടാവും നമുക്ക് സ്വന്തമായിട്ട് കാർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ബോൾട്ടിന്റെ ലൈസൻസ് എടുക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ള ഒരു ചോദ്യമാണ് എന്റേത്. സ്വന്തമായിട്ടല്ല, ഇവിടെ ഏജൻസികൾ റെന്റ് കാറ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അല്ലാണ്ട് നമ്മളെ പ്രൈവറ്റ് കാറ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മളെ ഇഷ്ടം, നമ്മളെ ബഡ്ജറ്റ്, നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ സ്വന്തം കാറിൽ വേണമെങ്കിൽ എടുക്കാം. അഥവാ നമുക്ക് കാറില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഏജൻസി വഴി ബോൾട്ടിന്റെ കാറുകൾ കിട്ടുന്നതായിരിക്കും. പിന്നെ അവരെ ഇതിൽ നമുക്ക് കമ്മീഷനായിട്ട് പൈസ പോകുന്നതാണ്. സ്വന്തം കാറാണെങ്കിൽ നമുക്ക് ആ പൈസ നമ്മളെ കയ്യിലിരിക്കും. ഒരു ദിവസം റെന്റ് ഒക്കെ എങ്ങനെയാണ്? ഒരു ദിവസം ഇവിടെ ഇപ്പൊ ഏറ്റവും കുറവ് എനിക്ക് തോന്നുന്നു 18 യൂറോ ആണെന്ന് തോന്നുന്നു. ഒരു ദിവസം ഒരു കാറ് നമ്മളെ കയ്യിൽ തന്നു വിടുന്നതിന് 18 യൂറോ നമ്മൾ അവർക്ക് കൊടുക്കണം. അപ്പൊ നമുക്ക് ഒരു ദിവസമായിട്ടൊന്നും തരൂല. നമ്മൾക്ക് എഗ്രിമെന്റ് അവർ വെക്കും. 6 മാസം, ചിലപ്പോൾ 1 വർഷം, അങ്ങനെയൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് അവർ എഗ്രിമെന്റ് തരും. പിന്നെ 20 രൂപയുടെ ഉണ്ട്, 25 രൂപയുടെ ഉണ്ട്. പിന്നെ ലക്ഷറി കാറ്, ഇപ്പൊ നമ്മൾ ആ റേഞ്ച് റോവർ ഒക്കെ കാറുണ്ട്. റേഞ്ച് റോവർ കാറാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു ദിവസം 50 യൂറോ ഒക്കെ ആകുമെന്ന് തോന്നുന്നു. പിന്നെ നമ്മളെ ഈ കാറ്, ഇത് ബെൻസ് ആണ്, ഇത് നമ്മളെ ഒരു 40 യൂറോ ഒക്കെ വരും. പിന്നെ ഈ കിടക്കുന്ന കാറാകുമ്പോൾ ഒരു 20 യൂറോ ഒക്കെ വരും. ഇപ്പൊ നിങ്ങൾ ഈ കാറ് കണ്ടില്ലേ? ഈ കാറ് എനിക്ക് പറയാലോ അല്ലേ? ഓക്കെ. അപ്പൊ ഈ കാറ് കണ്ടില്ലേ? ഇതിൽ എനിക്ക് ഏറ്റവും വരുമാനം കിട്ടുന്ന കാറെന്ന് വെച്ചാൽ ഇതാണ്. ഈ കാറിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടില്ലേ, ഈ കാറിന്റെ ആ ബോൾട്ട് എന്ന് പറയുന്ന സ്റ്റിക്കർ കണ്ടു? അതാണ് ഇതിന്റെ വേറൊരു ഹൈലൈറ്റും വേറൊരു വരുമാനവുമാണ്. അപ്പൊ ഈ കാറ് നമുക്ക് ബോൾട്ട് അങ്ങനെയൊന്നുമില്ല. ഇത് പിന്നെ ലക്ഷറി കാറാണ്. അപ്പൊ അതിലോട്ട് നമുക്ക് ലക്ഷറി, നമുക്ക് ഇതിന്ന് കിട്ടുന്നതിനെക്കാട്ടിൽ കൂടുതൽ പൈസ കിട്ടും. പക്ഷെ നമുക്ക് സ്റ്റിക്കർ ഒക്കെ ഒട്ടിച്ചാൽ നമ്മൾ ആ ലക്ഷറി ആ ഒരു ഇമേജ് കുറച്ച് ഡൗൺ ആവും. പക്ഷെ ഇതാകുമ്പോ നമുക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഗൈസ്, നമ്മുടെ അടുത്ത ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും ഒരു ചിന്ത ഉണ്ടാവും നമുക്ക് ഈ ഒരു ടാക്സിയുടെ ലൈസൻസ് എടുക്കാനായിട്ട് പാടായിരിക്കും, അതിന്റെ പ്രോസസ് എങ്ങനെ ആയിരിക്കും എന്നുള്ളത്. അപ്പം അതിനെ കുറിച്ച് നമ്മളെ ജർമ്മനി, അങ്ങനെ പല കൺട്രീസിലും പല നിയമങ്ങളാണ്. ഇപ്പൊ സ്ലോവാക്ക് നിയമം ഇപ്പൊ പുതുക്കാൻ പോവുകയാണ്, പുതിയ ഭരണം. പക്ഷെ ഇപ്പൊ നിലവിലുള്ള ഇതെന്ന് വെച്ചാൽ നമുക്ക് നാട്ടിലുണ്ടെങ്കിൽ നമുക്ക് കൺവേർട്ട് ചെയ്ത് ലൈസൻസ് ആക്കാം, സ്ലോവാക്ക് ലൈസൻസ് ആക്കാം. കൺവേർട്ട് ചെയ്ത് എന്നിട്ട് നമ്മള് പിന്നെ കുറച്ച് കടമ്പകളുണ്ട്. ടാക്സി ലൈസൻസ് ആക്കണമെങ്കിൽ അത് 2 മാസം സമയം പിടിക്കുന്നതാണ്. 2 മാസം എന്ന് പറഞ്ഞാൽ എല്ലാം കൂടി ആകുമ്പോ 2 മാസം. അതിന് PCC വേണം, നമ്മളെ സ്ലോവാക്ക് PCC വേണം. പിന്നെ സൈക്കോ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ മെന്റലി ടെസ്റ്റ് ആണ്. അത് നമ്മളൊരു കമ്പ്യൂട്ടറും ഒരു സൈക്കോ പരമായിട്ടുള്ള ഒരു ടെസ്റ്റ് ആണ്. അത് പാസ്സാവണം, അതിന്റെ സർട്ടിഫിക്കറ്റ് വേണം. പിന്നെ ഡോക്ടറിന്റെ സർട്ടിഫിക്കറ്റ് വേണം. ഇത്രയും ഐ ടെസ്റ്റ്, മെയിൻ ആയിട്ട് ഐ ടെസ്റ്റ് ഉണ്ട്. അപ്പൊ ഡോക്ടറിന്റെ ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്ത് ഡോക്ടർ സർട്ടിഫിക്കറ്റ് എഴുതി തരണം നമ്മൾ ഓക്കെ ആണ് എന്നുള്ളത്. വലിയ പാടൊന്നുമില്ല. പിന്നെ നമ്മൾ ഓഫീസിൽ ചെല്ലുമ്പോ, RT ഓഫീസിൽ ചെല്ലുമ്പോ അവർക്ക് ഇവിടുത്തെ ലാംഗ്വേജ് ആയിരിക്കും, ഇംഗ്ലീഷ് പാടായിരിക്കും. അപ്പൊ എല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നമാണ് സ്ലോവാക്യൻ ലാംഗ്വേജ്. കാര്യം ഇവിടെ കുറച്ച് സ്ലോവാക്യൻ ലാംഗ്വേജ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ഈസിയാണ് കാര്യങ്ങൾ. അല്ലെങ്കിൽ നമ്മുടെ കൂടെ എപ്പോഴും ഒരു ട്രാൻസ്ലേറ്റർ ഉണ്ടെങ്കിൽ ഇപ്പൊ ആരെങ്കിലും പോണുണ്ടെങ്കിൽ അടുത്തറിയാവുന്ന ആരെങ്കിലും സ്ലോവാക്ക് ഫ്രണ്ട്സിനെയോ ആരെങ്കിലും കൊണ്ടുപോയാൽ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ കുറച്ച് ഡിലേ വരും. എന്നെ ഒരു തവണ പിടിച്ച് പുറത്താക്കി, കാരണം എനിക്ക് ഏതോ ഒരു പേപ്പർ മിസ്സിംഗ് ആയിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ കിടന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോ അവർ പുറത്താക്കി. പിന്നെ ഞാൻ പിന്നെയും ഒരു സ്ലോവാക്ക് ഫ്രണ്ടിനെയും കൊണ്ട് വന്ന കാര്യങ്ങളെല്ലാം അറിഞ്ഞ് എനിക്ക് പേപ്പർ ഏതൊക്കെ വേണം, ഫോട്ടോ ഇല്ലാത്തതിനാണ് പിടിച്ച് പുറത്താക്കി. പിന്നെ കോപ്പി എന്തൊക്കെ വേണം, അങ്ങനെ അതിന്റെ എല്ലാ കാര്യങ്ങളും
കറക്റ്റ് ആയിട്ട് നമ്മളൊരു സ്ലോവാക്ക് ഫ്രണ്ട് ഉണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. അപ്പൊ നമുക്കിപ്പോ സ്ലോവാക്ക് ഫ്രണ്ട്സ് ആരും ഇല്ലെങ്കിൽ നമുക്കിവിടെ ഏജന്റുമാരുണ്ട്. ഇപ്പൊ നമുക്ക് കോസ്റ്റ് വരുന്നത് നോർമൽ ആയിട്ട് നമ്മൾ പോയി തന്നെ ചെയ്യണമെങ്കിൽ 150 യൂറോയും, അല്ലാണ്ട് നമ്മളിപ്പോ ഒരു ഏജന്റിന്റെ അടുത്ത് പോയി ചെയ്യണമെങ്കിൽ ഏജന്റിന്റെ പൈസ ഇടണം. എനിക്കൊന്ന് ബേസിക് 250 രൂപ അവര് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളൊന്നും അറിയണ്ട, അവര് കൂടെ വരും, സൈക്കോ ടെസ്റ്റ് ഒക്കെ അവര് തന്നെ എല്ലാം ചെയ്തു തരും. നിങ്ങൾക്ക് ടോക്കൺ എടുത്ത് തരും, സൈക്കോ ടെസ്റ്റിന് ടോക്കൺ എടുക്കണം, ഡേറ്റ് എടുക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. മെനക്കെടാൻ താല്പര്യം ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഏജൻസി കൊടുക്കുന്നതായിരിക്കും ബെറ്റർ. 250 രൂപ കാര്യം കഴിഞ്ഞ് ഒരു ഇത്രയും ദിവസങ്ങളോ അല്ലെങ്കിൽ നടക്കുകയും കാര്യങ്ങളൊന്നും വേണ്ട, സിമ്പിൾ ആയിരിക്കും. നോർമൽ ആയിട്ടാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ കണക്ക് PCC എടുക്കണം, പിന്നെ മെയിൻ ആയിട്ട് നമ്മളെ സൈക്കോ ടെസ്റ്റ്, ഡോക്ടർ സർട്ടിഫിക്കറ്റ്, ഡോക്ടറിന്റെ പോയി കാണണം. കോസ്റ്റ് എത്ര വരും? കോസ്റ്റ് നമ്മൾ ഡയറക്റ്റ് പോവുകയാണെങ്കിൽ 150 യൂറോയിൽ തീരും. 150, 250 വ്യത്യാസമുണ്ട്. സോ മെനക്കെടാൻ താല്പര്യം ഇല്ലെങ്കിൽ 250 രൂപ കളയാം. മെനക്കെടണം എങ്കിൽ 150 രൂപ. ഓക്കെ ഗൈസ്. അപ്പോൾ ഗൈസ്, വേറൊരു ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്ക് ഇവിടെ ഇന്ത്യൻ ലൈസൻസ് ചേഞ്ച് ചെയ്ത് ഇവിടുത്തെ ലൈസൻസ് നമുക്ക് കിട്ടും. അപ്പം ഒരു ടെസ്റ്റും ഇല്ല. നമ്മുടെ കുറെ പേപ്പറുകൾ കൊണ്ട് സബ്മിറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് ഇവിടുത്തെ ലൈസൻസ് എഴുതി തരികയാണ്. അപ്പൊ എന്റെ ഒരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിലെ ലൈസൻസ് വെച്ചിട്ട് നമ്മുടെ നാട്ടിൽ വണ്ടി ഓടിക്കുന്ന കണക്ക് ഇവിടെ വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല. അതിനെക്കുറിച്ച് ഒരു ചോദ്യമാണ്. അതിനെക്കുറിച്ച് എന്താണ് ഒരു വ്യത്യാസം നമ്മുടെ നാട്ടിൽ നിന്ന് വണ്ടി ഓടിക്കുന്നത്? ഈ പറഞ്ഞത് എന്റെ ഒരു കൂട്ടുകാരെ ഇതേ കണക്ക് ലൈസൻസ് എല്ലാം ഉണ്ട്, പക്ഷെ വണ്ടി ഓടിക്കാൻ അവന് പേടിയാണ്, ഇവിടെ അറിഞ്ഞും കൂടെ. അപ്പൊ നമ്മള് ലൈസൻസ് എടുത്താൽ മാത്രം പോരാ, നമ്മളിവിടെ വണ്ടി ഓടിക്കണം. എല്ലാം അറിയാലോ, ഓപ്പോസിറ്റ് ആണ്. ഡ്രൈവിംഗ്, സ്റ്റിയറിംഗ് എല്ലാം തിരിച്ചാണ്. അപ്പൊ നമ്മള് കുറച്ച് ഓട്ടിച്ച് പഠിക്കണം. അത് നമ്മള് ഓട്ടിച്ചാൽ മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ രാത്രിയൊക്കെ ഓട്ടിച്ച് ഞാൻ രാത്രിയൊക്കെ ഓട്ടിച്ച് അങ്ങനെയാണ് പഠിച്ചത്. ഒരു കാരണവശാലും പേടിച്ചിരിക്കില്ല. നമുക്ക് ഒന്നും പറ്റൂല, അവിടെ തന്നെ ഇരിക്കത്തേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്താണെങ്കിലും ഇവിടെയൊക്കെ എത്തി നമ്മൾ ഇത്രയും കഷ്ടപ്പെടില്ല. അപ്പൊ പിന്നെ നാട്ടിലെ കണക്ക് അത്രയും ഇതൊന്നുമില്ല, സിമ്പിളാണ്. ഓക്കെ, ഒരു ചോദ്യമുണ്ട്. ഈ വോൾട്ട് ഓടാൻ തുടങ്ങിയ ശേഷം എത്ര പെറ്റി കിട്ടി? ധൈര്യമായിട്ട് പറഞ്ഞു. എനിക്കൊരു രണ്ടെണ്ണം കിട്ടി. ഇതിനൊക്കെയാണ്. ഒന്ന്, ഞാൻ അറിയാണ്ട് ഈ ആൾക്കാരെ നിർത്തുന്ന സമയത്ത് ലൈറ്റ് ഇടണം, ഇൻഡിക്കേറ്റർ ഇടണം, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അത് ഇട്ടില്ല. പിന്നെ രണ്ടാമത്തത് പാർക്കിങ്ങിന്റെ പ്രശ്നം വരും. അതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ കണക്ക് എവിടെ വേണമെങ്കിലും വണ്ടി കൊണ്ടിടാനൊന്നും പറ്റത്തില്ല. സോ അതിനൊക്കെ നമുക്ക് അതിന്റെ പ്രൊസീജിയറും കാര്യങ്ങളും ഉണ്ട്. സോ അതിനെ കുറിച്ച് ഒന്ന് രണ്ട് വാക്കെന്ന് പറഞ്ഞു. പാർക്കിംഗ് എന്ന് വെച്ചാൽ പാടാണ്. നമുക്ക് ഒന്നെങ്കിൽ പാർക്ക് ചെയ്തിട്ട് എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ നമ്മൾ ആ സ്ഥലങ്ങളിൽ പാർക്കിംഗ് ഫീസ് കാണും, അല്ലാണ്ട് ഫ്രീ ആയിട്ട് ഒരു സ്ഥലത്തും പാർക്കിംഗ് ഇല്ല. പിന്നെ റെയർ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ പാർക്കിംഗ് കാണും. പിന്നെ നമ്മളെ റൂമിൽ കൊണ്ടിടാം. റൂമിലാണെങ്കിലും കാറ് മേടിച്ചാലും കാറ് മേടിക്കുന്നവരെ ശ്രദ്ധിക്കും. റൂമിന്റെ താഴെയോ ഇല്ലെങ്കിൽ പുറത്തൊന്നും കൊണ്ടിടാൻ പറ്റൂല. എല്ലാം ചെക്കിങ് വരുന്ന സ്ഥലങ്ങളാണ്. അപ്പൊ നമുക്ക് നമ്മളെ വീട്ടിലാണെങ്കിലും ഫ്രീ ആയിട്ട് പാർക്ക് ചെയ്യാൻ ഇല്ല. അപ്പൊ നമ്മൾ വർഷത്തേക്കോ മാസത്തേക്കോ നമ്മളെ പഞ്ചായത്തിൽ പോയി നമ്മൾ ഫീസ് അടയ്ക്കുന്ന കണക്ക് വർഷത്തേക്കോ മാസത്തേക്കോ നമ്മൾ ഫീസ് അടച്ച് മാത്രമേ നമ്മളെ വണ്ടി നമ്മളെ സ്ഥലത്ത് പാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് എവിടെയെങ്കിലും നമ്മളെ ഫ്രീ ഉള്ള ഒരു സ്ഥലത്ത് കൊണ്ട് ഇട്ടിട്ട് നമുക്ക് പോകാനൊന്നും പറ്റൂല. അങ്ങനെ ഞാൻ പോയി കൊണ്ട് ഇട്ടപ്പോഴാണ് എനിക്കൊരു ഫൈൻ വന്നത്. ഫൈൻ വരുന്നത് 80 യൂറോയൊക്കെയാണ്. അവര് നല്ല രീതിക്ക് അടിച്ചു തരും. ഇവിടെ പിന്നെ നമ്മൾ അല്ലാണ്ട് പെയ്ഡ് പാർക്കിംഗ് തന്നെ 1 മണിക്കൂറിന് 1 യൂറോ സംതിങ് ഒക്കെയാണ്. അപ്പൊ ഇവര് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നല്ല ഫൈൻ അടിച്ചു തരും. അതുകൊണ്ട് അതെല്ലാവരും ശ്രദ്ധിക്കണം. ഈ വണ്ടി എടുത്തുകൊണ്ട് വരുന്നവര് മെയിൻ ആയിട്ട് ആദ്യം നമ്മൾ വണ്ടി എടുക്കുന്നതിന് മുമ്പ് സ്ഥലം സെറ്റ് ചെയ്യണം. ഇതാണ് പാർക്കിംഗ്. കാരണം വണ്ടി നിങ്ങൾ പൈസ കൊടുത്താൽ എപ്പോഴെങ്കിലും കിട്ടും. പാർക്കിംഗ് ഭയങ്കര പാടാണ്. പാർക്കിങ്ങിന് അവർ അഡ്രസ് മേടിക്കുന്നു. നമ്മൾ ഇപ്പൊ പഞ്ചായത്ത് കണക്ക് ഇവിടെ ഒരു ഇതൊക്കെ കാണും, അവിടെ കൊണ്ടുപോവുക, നമ്മൾ രജിസ്റ്റർ ചെയ്യുക, ബാക്കി പ്രൊസീജിയർ എല്ലാം അവർ പറഞ്ഞത്. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ഉള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഗൈസ്, ഇത് കാണുന്ന പലർക്കും ഒരു മനസ്സിലൊരു ചോദ്യം ഉണ്ടാവും. അതായത് നമുക്ക് വിസയുടെ, അതായത് നമുക്കിത് പാർട്ട് ടൈം ആയിട്ട് ചെയ്യാൻ പറ്റുമോ, ഫുൾ ടൈം ആയിട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. അതായത് ഞാൻ ചോദിക്കുന്ന പറഞ്ഞാൽ, നമുക്കിപ്പം ഞാനൊരു കമ്പനി ജോലി ചെയ്യുകയാണ്, എനിക്ക് അതിന്റെ കൂട്ടത്തിൽ ബോൾട്ട് ഓടാൻ പറ്റുമോ? ഫുഡ് ആണെങ്കിലും ബോൾട്ട് ടാക്സി ആണെങ്കിലും നമ്മൾക്ക് പാർട്ട് ടൈം ആണ്. പാർട്ട് ടൈം അല്ല, ഫുൾ ടൈമും പോകാം, പാർട്ട് ടൈമും പോകാം. അതിന് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ജോലി ചെയ്യരുത് അല്ലെങ്കിൽ ഹവറിന്റെ പ്രശ്നം അങ്ങനെയൊന്നും വരുന്നില്ല. നമ്മളിപ്പോ ഒരാഴ്ചയിൽ 3 ദിവസം വേറെ ഏതെങ്കിലും കമ്പനിയിൽ ജോലി ചെയ്യുന്നു, ബാക്കിയുള്ള ദിവസം ഇതിന് പോവാം. ഇതും കൂടി ആകുമ്പോൾ നല്ലൊരു വരുമാനം കിട്ടും. അല്ലാണ്ട് ചിലപ്പോ
5 ദിവസം ഇല്ലെങ്കിൽ 6 ദിവസം വേറൊരു കമ്പനി പോയിട്ട് ഒരു ദിവസം മാത്രം പോകാൻ പറ്റുമെന്ന് ചോദിക്കും, അതിനും പോവാം. പക്ഷെ നമ്മളിപ്പം ഈ ബോൾട്ട് ഓടുന്നല്ലോ, അവർക്ക് ഇതിന്റെ എത്രമാത്രം കമ്മീഷൻ കൊടുക്കണം എന്നുള്ളതാണ്. അതിപ്പോ നമ്മള് ഓരോ ഓർഡർ അനുസരിച്ച് വരും. ഇപ്പൊ നമ്മൾ ഒരു ബേസിക് ഒരു ഓർഡർ കിട്ടുകയാണെങ്കിൽ ചിലപ്പോൾ 3 കിലോമീറ്റർ 2 കിലോമീറ്റർ, നമുക്ക് ബേസിക് സാലറി എന്ന് വെച്ചാൽ ഒരു ഓർഡർ നമ്മൾ എടുക്കുമ്പോ 5 യൂറോ കിട്ടും കാറായുണ്ട്. അപ്പൊ നമുക്ക് ആ 5 യൂറോന്ന് നമുക്ക് കമ്മീഷൻ കട്ടാവും. കമ്മീഷൻ 1 യൂറോ ഏറ്റവും കട്ടാവും. ചിലപ്പോ നമുക്ക് 10 കിലോമീറ്റർ ഓടുക വരാം, 100 കിലോമീറ്റർ വരാം. അത് നമ്മളെ ഡിപ്പെൻസ്, നമ്മളെ ഭാഗ്യം കണക്കെ കയറി. ഒരു ദിവസം എത്ര രൂപ ഏൺ ചെയ്യാൻ പറ്റും? ഒരു മാക്സിമം ഒരു ലെവൽ പറഞ്ഞാൽ. മാക്സിമം നമുക്ക് ഒരു 60 യൂറോ, 60 യൂറോ to 100 യൂറോ വരെ നമ്മളെ കയ്യിലിരിക്കും. എന്ന് വെച്ചാൽ 60നും 100നും ഇടയ്ക്ക് നമ്മളെ കയ്യിൽ നമ്മൾ നല്ല രീതിക്ക് ഓടുകയാണെങ്കിൽ ഉണ്ടാക്കാൻ പറ്റും. എല്ലാം കഴിഞ്ഞിട്ട്, കാരണം വണ്ടിയിലെ ഡീസല്, പിന്നെ റെന്റ്, ഇപ്പൊ റെന്റ് എടുക്കുന്നവരാണെങ്കിൽ റെന്റും കഴിഞ്ഞിട്ട് നമുക്കൊരു 50, 60, 100 ഇതിന്റെ ഇടയ്ക്ക് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഫുൾ ടൈം ഓടുകയാണെങ്കിൽ. എന്ന് വെച്ചാൽ രാവിലെ ഒരു 10 മണി തൊട്ട് ഒരു വൈകിട്ട് ഒരു 5 മണി വരെ 6 മണി വരെ. അത് കഴിഞ്ഞ് പിന്നെ ഓടുന്നവരാണെങ്കിൽ കൂടുതൽ പൈസ. നല്ലൊരു ചോദ്യം കൂടെ ഉണ്ടാകും. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ രാവിലെ റേറ്റിന് വ്യത്യാസവും രാത്രി റേറ്റിന് വ്യത്യാസവും ഉണ്ട്. ഇപ്പൊ നോർമലി ഞാനിപ്പോ ഓടുന്ന സമയത്ത് രാത്രിയാണ് കൂടുതൽ. കാരണം പകലെല്ലാം ട്രാമും ബസ്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് മാക്സിമം ഒരു 5 യൂറോ 6 യൂറോ ഒക്കെ കിട്ടാറുള്ളൂ. പിന്നെ ദൂരം കൂടുന്നതിനനുസരിച്ച് കൂടുതൽ കിട്ടും. എന്നാലും നൈറ്റ് ആണ് ഒത്തിക്കൂടി കൂടുതൽ. കാരണം നമ്മളിപ്പോ 5 രൂപയ്ക്ക് എടുക്കുന്നത് രാത്രിയാണ് എടുക്കുന്നതെങ്കിൽ 7 യൂറോ കിട്ടും, 6 യൂറോ കിട്ടും. ഒത്തിക്കൂടി കൂടുതൽ പൈസ കിട്ടും. അത് തന്നെ ഈ മഴ പെയ്യുമ്പോ അത് രാവിലെ ആണെങ്കിലും രാത്രി ആണെങ്കിലും മഴ പെയ്യുമ്പോ, പിന്നെ എന്തെങ്കിലും ഫെസ്റ്റിവലോ അല്ലെങ്കിൽ ഭയങ്കര തിരക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും കൂടുതൽ പൈസ കിട്ടും. അപ്പൊ ഗൈസ്, നമുക്ക് അടുത്തൊരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്കിപ്പം ദീപക്കിന് ഈ ലൈസൻസ് ഉള്ളതെന്ന് പറഞ്ഞാൽ ബ്രാറ്റിസ്ലാവയിലെ വണ്ടിയുടെ ലൈസൻസും അതേ കണക്ക് തന്നെ ബോൾട്ടിന്റെ ലൈസൻസ് ബ്രാറ്റിസ്ലാവയിലാണ്. സോ ഈ ലൈസൻസ് വെച്ചിട്ട് വേറൊരു ഡിസ്ട്രിക്റ്റിൽ വണ്ടി ഓടിക്കാൻ പറ്റും. നമുക്ക് സ്ലോവാക്യയിൽ എവിടെ വേണമെങ്കിലും ടാക്സി ഓട്ടിക്കാൻ പറ്റും. പിന്നെ അല്ലാണ്ട് നമുക്കിപ്പോ അടുത്ത സ്ഥലങ്ങളിൽ പോകണമെങ്കിലും നമുക്ക് പാസ് എടുത്താൽ നമുക്ക് പോകാൻ പറ്റും. വേറെ വിഷയങ്ങളൊന്നുമില്ല. നിങ്ങൾക്കും മനസ്സിലായ ചിന്ത ഉണ്ടാവും, ഒരു എക്സ്പീരിയൻസും ഇല്ലാതെ നമുക്ക് ഈ വണ്ടി, അതായത് ഈ ബോൾട്ടിന്റെ വണ്ടി നമുക്ക് കിട്ടുമെന്നുള്ളത്. അതാണ് എന്റെ ലക്ഷ്യം. വണ്ടി നമുക്ക് കിട്ടും. നമുക്ക് ലൈസൻസ്, ടാക്സി ലൈസൻസും ഉണ്ട്, ഡ്രൈവിംഗ് ലൈസൻസും ഉണ്ടെങ്കിൽ സുഖമായിട്ട് കിട്ടും. പിന്നെ എഗ്രിമെന്റ്, അവർ ചെയ്യുന്ന എഗ്രിമെന്റ് പേപ്പർ വർക്ക്, പൈസ ബോണ്ട് കൊടുക്കേണ്ടി വരും. നമ്മൾ ഇപ്പൊ ഒരു കാറിന് അവര് ചിലപ്പോ വലിയ ലക്ഷറി കാറിനൊക്കെ ലക്ഷറി പൈസ, നമ്മളെ ചീപ്പർ കാറാണെങ്കിൽ ആ പൈസ. എനിക്ക് തോന്നുന്നു ഇതിനൊക്കെ ഒരു 500 യൂറോ ഒക്കെ നമ്മൾ ബോണ്ട് കൊടുക്കേണ്ടി വരും. ബോണ്ട് നമ്മൾ കൊടുക്കുന്നു, നമ്മൾ കാറ് 1 മാസം കഴിഞ്ഞോ ഇല്ലെങ്കിൽ 6 മാസം കഴിഞ്ഞോ ഇപ്പൊ എഗ്രിമെന്റ് തീരുന്നു, അപ്പൊ നമുക്ക് റീഫണ്ട് ആയിട്ട് തിരിച്ചു കിട്ടും. ഓക്കെ, അതുപോലെ തന്നെ നമുക്കിപ്പം നമ്മൾ വണ്ടി അവരുടെ കയ്യിൽ നിന്ന് റെന്റിന് എടുത്തു, ഈ വണ്ടി ഒന്ന് എവിടെയെങ്കിലും ഒന്ന് ആക്സിഡന്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്നാണോ അതോ? അതെല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് നമ്മൾ തന്നെ സ്വന്തമായിട്ട് എല്ലാം നമ്മൾ തന്നെ ചെയ്യണം. അത് മാത്രമല്ല, ഇപ്പൊ നമുക്ക് ഇപ്പൊ നാട്ടിലാണെങ്കിലും ഇവിടെയാണെങ്കിലും നമ്മളിപ്പോ ഒരു കാറ് കൊടുത്താലും അത്രയും ഇതായിരിക്കുമല്ലോ, അതെല്ലാം നമ്മളെ സ്വന്തം സെൽഫായിരിക്കും. കൊണ്ടുപോ ക്യാമറ, ഞാൻ ഒരു കാര്യം കാണിച്ചു. നമ്മുടെ ഇതൊക്കെ ചില്ലറക്കാരനൊന്നുമല്ല കേട്ടോ. കാരണം നമുക്ക് ഒരുപാട് ടാക്സിയിൽ കയറിയിട്ടുണ്ട് ബോൾട്ടിന്റെ, ഞാൻ കണ്ടിട്ടില്ല. സോ മൊബൈൽ ചാർജർ, അവർക്ക് കുടിക്കാനുള്ള ഡ്രിങ്ക്, അതേ കണക്കാണ് ടിഷ്യൂ പേപ്പർ, ഇതൊക്കെ ദീപൊക്കെ സ്വന്തമായിട്ട് ചെയ്യുന്നതാണ്. അത് മറ്റൊരു ടാക്സിയിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, അതുകൊണ്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നു. ഓക്കെ, അപ്പം ഇതിന്റെ ഒരു ചോദ്യം നമുക്കുണ്ട്. ഇങ്ങനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പം താങ്കൾ എന്താണ് ഇത് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്? ഇത് കാരണം നമ്മളിപ്പോ ഞാൻ കൂടുതലും രാത്രിയൊക്കെയാണ് പോകണം. അപ്പൊ മിക്കവരും ചിലപ്പോ ക്ലബിൽ നിന്നൊക്കെ വരുന്നവരായിരിക്കും. അപ്പൊ ചാർജൊക്കെ തീരുന്നവർക്ക് ഇത് ഉപയോഗമായിരിക്കും. അവർക്ക് ചാർജ് ചെയ്താൽ അതിന്റെ ഒരു ഇത്. പിന്നെ ദാഹിച്ചൊക്കെ വരുന്നവർ ചിലപ്പോൾ എയർപോർട്ടിൽ പോവാൻ പെട്ടെന്നൊക്കെ വരുന്നവരായിരിക്കും കയറുന്നത്. പിന്നെ കടയിൽ നിർത്തി വെള്ളം കുടിക്കാൻ അതൊക്കെ പാടായിരിക്കും. അപ്പൊ നമ്മള് ഒരു ഇത്, പിന്നെ ടിഷ്യൂ പേപ്പർ പറ്റാത്തൊരു കാര്യമാണ്. അപ്പൊ ഞാൻ ഇത് കമ്പനി ചെയ്തതൊന്നുമല്ല, ഇത് ഞാൻ എന്റെ ഒരു ഇതില്. പിന്നെ അവര് ഇതൊക്കെ കാണുമ്പോ അവർക്ക് യൂസ് ചെയ്യും. പിന്നെ ഇത്രേ ആലോചിക്കുന്നുള്ളൂ, കസ്റ്റമർ ഹാപ്പി ആയിരിക്കണം. നമ്മള് കിങ്. നമ്മൾ എന്ത് ജോലി ചെയ്താലും നമുക്ക് എവിടെ നിന്നാണോ പൈസ കിട്ടുന്ന അവിടെലോട്ട് നമ്മളൊരു ആത്മാർത്ഥത കാണിക്കണം. അപ്പൊ നമുക്ക് ഓർഡർ വരും, കൂടുതൽ പൈസ കിട്ടും, ഹാപ്പി, എല്ലാവരും ഹാപ്പി ആയിരിക്കണം, കസ്റ്റമർ ഹാപ്പി ആയിരിക്കണം. ഓക്കെ ഗൈസ്, നമ്മള് ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഈ വീഡിയോ കാണുന്നവർക്ക് പലർക്കും ഒരു ചിന്താഗതി കാണും, ഇവിടെ
ബോൾട്ടിന്റെ വിസ ഒക്കെ അലൗഡാന്നുള്ളത്. ബോൾട്ടുകാർ വിസ ഒന്നും കൊടുക്കുന്നില്ല. നമ്മൾ സ്ലോവാക്യയിൽ വന്നിട്ട് നമ്മളൊരു ജോലിയിൽ പാർട്ട് ടൈം പോലെ ചെയ്യുന്നതാണ് ബോൾട്ട്. അല്ലാതെ ബോൾട്ടുകാർ ഒരിക്കലും വിസ പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പൊ ഗൈസ് നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ, അതായത് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേ കണക്ക് തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ദീപക്കിന് ഒരുപാട് താങ്ക്സ്. ഇത്രയും വലിയ ഇൻഫർമേഷൻ നാട്ടുകാർക്ക് എത്തിച്ച സ്ലോവാക് മല്ലു എല്ലാവരും ഫോളോ ചെയ്യുക.